ഫ്രണ്ട്സ്, ഞാൻ ജോയ് തലക്കാടൻ. ഞാനിന്നിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് പോർക്ക് ഫ്രൈ ആണ് കേട്ടോ. അതിന് വേണ്ടി ആവശ്യമായിട്ട് ഞാനൊരു 1.25 കിലോ പോർക്ക് നുറുക്കിയതെടുത്തിട്ടുണ്ട്. ഇതേപോലെ നുറുക്കി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ തൊലിയൊക്കെ മാറ്റിയെടുത്ത് സെപ്പറേറ്റ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. അതിനാവശ്യമായിട്ട് ഞാനൊരു 3 സവാള ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഇതേപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. വേപ്പിലയുണ്ട്. പിന്നെ ഗാർലിക് ഇതേപോലെ സ്ലൈസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ചില്ലി ഇതേപോലെ ഒരു 4 എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ജിഞ്ചർ ഗാർലിക്കും കൂടി ഒന്ന് ഇടിച്ചെടുത്തിരിക്കുന്നത്. അത് അതിനകത്ത് ആദ്യമേ ഫസ്റ്റ് ഇട്ടൊന്ന് റെഡിയാക്കി എടുക്കാനാണ്. ഇവിടെ കുക്കറിലിട്ട് അടിക്കാൻ പറ്റില്ല പോർക്ക്, കാരണം പെട്ടെന്ന് വേവുന്ന ടൈപ്പാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ ഫ്രൈ ആക്കി എടുക്കാനാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. പോർക്ക് കുക്ക് ചെയ്യാനായിട്ട് ഞാനൊരു പാൻ വെച്ച് പാനിലേക്ക് കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനകത്തേക്ക് ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ജിഞ്ചർ ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ഒരെണ്ണം സ്ലൈസ് ചെയ്ത് അരിഞ്ഞെടുക്കുന്നു. കുറച്ച് വേപ്പില കൂടി ആഡ് ചെയ്യും. അതിനുശേഷം അതിനകത്തേക്ക് സ്ലൈസ് ചെയ്തിരിക്കുന്ന പോർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സാൾട്ടും ആഡ് ചെയ്ത് കൊടുക്കാണ്, ഒരു 1/2 സ്പൂണ്. അതിന് ശേഷം പിന്നെ ആഡ് ചെയ്യും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കുക്കാവാനായിട്ട് ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. പോർക്ക് ഇപ്പോൾ ഒരു കുക്കായിട്ട് ഞാനിതൊരു പാത്രത്തിൽ ഇങ്ങനെ മാറ്റുകയാണ്. സെയിം പാനിൽ തന്നെയാണ് ഞാനത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അതിനകത്തേക്ക് ജിഞ്ചർ അരിഞ്ഞ് സ്ലൈസ് ചെയ്ത് വെച്ചതുപോലുള്ളത് ആഡ് ചെയ്യാണ്. വേപ്പിലയും കൂടിയിട്ട് ഗാർലിക്കും ഗ്രീൻ ചില്ലിയും കൂടി ആഡ് ചെയ്യണം. അതിനകത്തേക്ക് സ്ലൈസ് ചെയ്ത് വെച്ച ഓണിയൻ ആഡ് ചെയ്യണം. ഒന്ന് ഇളക്കി ഒഴിപ്പിച്ചെടുക്കാം. സവാളയൊക്കെ ഒരു മീഡിയം ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിനകത്തേക്ക് സ്ലൈസ് ചെയ്ത് വെച്ച കോക്കനട്ട് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂണ് കാശ്മീരി ചില്ലി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് പെപ്പറപ്പൊടി, 1 സ്പൂണ് ഗരം മസാല പൊടിച്ചത് എല്ലാം ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് സവാള ഒരുപാട് ബ്രൗൺ ആവാൻ നോക്കരുത്, കാരണം വെച്ചാൽ നമ്മളിത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സവാള കരിയും. അപ്പം ഒരു മീഡിയം ആവുമ്പോഴേക്കും അതിനകത്തേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി പോർക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പോർക്ക് ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പോർക്ക് ഫ്രൈയിലേക്ക് ഒരു 1/2 സ്പൂണ് പൊടിച്ച മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1/2 സ്പൂണ് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് റെഡിയാക്കി എടുക്കണം. എനിക്ക് വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അങ്ങനെ പോർക്ക് ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. തേങ്ങ കൊത്തൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്ത പോർക്ക് ഫ്രൈ ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങളും ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റുള്ള ഫുഡാണ്. എന്താ പറയുക, നമ്മുടെ നാടൻ അങ്കമാലി സ്റ്റൈല് പോർക്ക് ഫ്രൈ. ഇത് നിങ്ങളെനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യും, ഫോളോ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.